ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്വീറ്റ് ആയിട്ടുള്ള സ്നാക്സ് ആണ്. അതിനായിട്ട് ഞാൻ 35 രൂപ വരുന്ന ഒരു ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൽ 13 പീസ് ബിസ്ക്കറ്റ് ആണ് ഉള്ളത്. ഇതിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റ് ഫില്ലിംഗ് ആണ് ഉള്ളത്. വെളുത്ത ഫില്ലിംഗ് ഉള്ളതിനേക്കാളും ചോക്ലേറ്റ് വെച്ചിട്ടുള്ളതാണ് ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുക കേട്ടോ. ഇതിലിപ്പോൾ ഒരു 13 ഉണ്ട്. ഇത് ഞാനൊന്ന് നന്നായിട്ട് മിക്സിയിൽ അടിച്ചിട്ട് സോഫ്റ്റ് പൗഡർ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല കട്ടൊന്നുമില്ലാതെ നന്നായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് നല്ല സോഫ്റ്റ് പൗഡറായിട്ട് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കട്ടയൊന്നും ഇല്ലാതെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കണ്ടോ, ഇതിലിപ്പോൾ കട്ടയൊന്നും ഇല്ല കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂണാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ ആകെ കൂടിയിട്ട് 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ കുറച്ചൊഴിച്ച് നോക്കുക, എന്നിട്ട് നമുക്കിത് മിക്സ് ചെയ്തിട്ട് ഇത് ഉരുളകളായിട്ട് ഷേപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കണ്ട. ഇപ്പോൾ ഇതെനിക്ക് അങ്ങനെ പിടിക്കാനായിട്ട് പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ വീണ്ടും 1 ടീസ്പൂൺ കൂടി മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തു കേട്ടോ. ഇപ്പോൾ ഇതേ നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് അങ്ങനെ ഉരുളയാക്കിയിട്ട് ഷേപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ നോക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല, അത് പൊടിഞ്ഞു പോവാണ് കേട്ടോ. അതുകൊണ്ട് നമ്മളതിലേക്ക് കുറച്ചും കൂടി മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിൽ ഞാൻ ചേർത്തിട്ടുള്ളൂ കേട്ടോ. വേറെ ഒന്നും ഇതിൽ ഉപയോഗിക്കുന്നില്ല. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇപ്പം ഞാൻ 2ാമത്തെ ടീസ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ടീസ്പൂൺ വെച്ചിട്ട് ഇളക്കിയാൽ ശരിയാവില്ല, നമ്മുടെ കൈ വെച്ച് തന്നെ നന്നായിട്ട് ഇളക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. പിന്നെ മിൽക്ക് മെയ്ഡ് അധികം ഒഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇതിലേക്ക് 2 ടീസ്പൂൺ തന്നെ മതിയാവും. 13 ബിസ്ക്കറ്റാണ് ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇത് കറക്റ്റ് അളവായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇനി നമുക്കിത് ജസ്റ്റ് ഒരു കുഞ്ഞ് നെല്ലിക്കയുടെ വലുപ്പത്തിലാണ് ഞാനിത് ബോൾ ഷേപ്പിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാം. ഇവിടെ ഞാനിത് ബോൾ ഷേപ്പിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. വളരെ ടേസ്റ്റ് ഉള്ളതാണ്. ഇതിപ്പോൾ വേവിക്കുക അങ്ങനെ ഒന്നും ആവശ്യമില്ല. ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ഷേപ്പാക്കി മാറ്റിയെടുത്താൽ മതി കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഇതിപ്പോൾ ഒരു മിഠായിയുടെ കിട്ടി നല്ല ടേസ്റ്റുള്ള ഒരു അടിപൊളി സ്വീറ്റ് ആണ് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. ഉണ്ടാക്കി വെക്കുമ്പോഴേക്കും ഒന്നും കാണില്ല, ഒക്കെ അവരെ എടുത്ത് കഴിച്ചിട്ടുണ്ടാവും കേട്ടോ. ഇപ്പോൾ ഇതേ ഞാൻ ബോൾ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഒരു കൊച്ചു നെല്ലിക്കയുടെ വലുപ്പത്തിലാണ് എല്ലാം ഞാനിവിടെ ഉരുട്ടിയെടുത്തിരിക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ്. വേണമെങ്കിൽ ഒരു അരമണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഇപ്പം ഞാൻ അതേ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്നുമില്ല, അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും, നല്ല രുചിയുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.